വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു സന്തോഷവും സങ്കടമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. നമ്മൾ അൽ ഷഹീദ് പാർക്കിൽ പോയിരുന്നു കേട്ടോ, കുവൈത്തിൽ. അടിപൊളി പാർക്കാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, കാഴ്ചകളായിരുന്നു. ഞാനത് പകർത്തിയിരുന്നു വീഡിയോയിൽ. പക്ഷേങ്കിൽ നിർഭാഗ്യവശാൽ നമ്മളെ ക്യാമറയിൽ എന്തോ ഒരു സംഭവം കൊണ്ട് ആ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ വീഡിയോക്ക് എന്തോ ജെർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമ്മളെന്തോ ഒരു സെറ്റിങ് മാറിയതാണ്. ഒരു സങ്കടമായിട്ടുള്ള ഒരു സംഭവം കേട്ടോ അത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി എന്നെങ്കിലും നമ്മളവിടെ പോയിരിക്കും, ആ ഒരു ലൊക്കേഷൻ കാണിച്ചു തന്നിരിക്കും. ജസ്റ്റ് ഫോട്ടോ ഒക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു സങ്കടമായിട്ടുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ നിർഭാഗ്യം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നമ്മൾ പോകുന്നതിന് മുമ്പ്, കുവൈത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ അവിടെ പോയിട്ട് കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കാലം ശേഷം കേട്ടോ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നൊരു വ്ളോഗിറ്റ് വരുന്നത്. അത് നല്ലൊരു ദിവസം കേട്ടോ, നല്ലൊരു മഴ പെയ്ത് നല്ല തണുത്ത് നിൽക്കുന്നൊരു കാലാവസ്ഥയിൽ ചുറ്റുമാകാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല മഴക്കാർ, മോൾക്കൊക്കെ നല്ല മഴക്കാറാണ്. നല്ലൊരു കൂളായിട്ടുള്ള ദിവസമായിട്ടോ ഒന്ന്. അപ്പോൾ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായി നമ്മൾ വ്ളോഗ് ഇട്ടിട്ട്, ഒന്നും ശരിയല്ലായിരുന്നു. അപ്പോൾ കുറേ ആയിട്ട് വ്ളോഗിൻ്റെ മൈൻഡൊന്നും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ വ്ളോഗൊക്കെ മറന്നുപോയ ദിവസങ്ങളായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് കേട്ടോ. നല്ലൊരു മഴയുള്ള ദിവസമാണ്. രാവിലെ മുതൽ സത്യം പറഞ്ഞാൽ ഇന്നലെ നൈറ്റ് മുതൽ മഴയാണ്, ഇതുവരെ മഴ കേട്ടോ, നിന്നിട്ടില്ല. മഴ വീണ്ടും ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുക. അടിപൊളി ദിവസമാണ്, നല്ല കൂളായിട്ടുള്ള ദിവസം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഒരു ഇപ്പോഴൊക്കെ നല്ല തണുപ്പാണ് കുവൈത്തിൽ. ഇങ്ങനെ ഈ ഒരു മഴയൊക്കെ പെയ്തപ്പോൾ തണുപ്പിലുപരി നമുക്ക് എന്താ പറയുക, മഴ പെയ്താൽ കിട്ടുന്നൊരു സന്തോഷം, സമാധാനം എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു പ്രത്യേക തരം സുഖം ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് കേട്ടോ. നോർമലി ഉള്ള തണുപ്പിൻ്റെ ഫീലല്ല, പക്ഷേങ്കിലും മഴ പെയ്തിട്ടുള്ളൊരു കൂളായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഹാപ്പി കേട്ടോ. നമുക്ക് മഴ ഇല്ലെങ്കിലും രസമാണല്ലോ, നാട്ടിൽ നിന്ന് കിട്ടുന്നൊരു സാധനം ഇവിടെ വന്നിട്ട് കിട്ടാത്തൊരു സാധനമല്ലേ, എപ്പോഴെങ്കിലല്ലേ ഉള്ളൂ. ഭയങ്കര രസമാണ് കേട്ടോ. ഏതായാലും ഇന്നൊരു ലീവും കൂടിയാണ്. അപ്പോൾ കുറച്ച് പുറത്തിറങ്ങിയിട്ട് മഴയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ച്. അപ്പോഴേക്കും മഴ ഏകദേശം ഒന്ന് ആറുന്നതിന് ശേഷം താഴെ ഇറങ്ങി. മഴ പെയ്യുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇറങ്ങാൻ പറ്റിയില്ല. റൂമിൽ ഞാൻ മടി പിടിച്ചിരുന്നത്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇരിക്കുന്നത് കാണാം. ഇപ്പം ഡ്യൂട്ടിക്ക് പോയതും വന്നൊക്കെ മഴത്താണ് സത്യത്തിൽ കേട്ടോ. വണ്ടിയിലാണ്, മഴയുള്ള സമയത്താണെന്ന് മാത്രം. നല്ല ക്ലൈമറ്റ്, മഴക്കാറിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയും മഴ പെയ്യും, കുറച്ചുകൂടി ഇരുട്ടാവും. ഇരുട്ടാവുന്നതിന് മുമ്പ് ജസ്റ്റ് എടുത്ത് കാണിച്ചു തന്നാൽ കേട്ടോ. നേരെ ബീച്ചിൽ പോകണം, ഇന്നത്തെ പ്ലാൻ അതാണ്. അപ്പോൾ നൈറ്റാവും ബീച്ചിൽ പോകുന്നതിന്. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് വീഡിയോ എടുത്ത് ചുറ്റിയൊന്ന് കാണിച്ചു തരാം. കുറേ ആയില്ല കണ്ടിട്ട്. അപ്പോൾ ഒരുപാട് പേര് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എല്ലാം അതിൽ പറയാം. കാലാവസ്ഥ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ നല്ലൊരു തണുപ്പുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു സുഖമുള്ള തണുപ്പാണ്. അതുകൊണ്ട് തന്നെ കോട്ട് ഇടാതെ ഫീൽ ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയാണ്. നമുക്ക് താങ്ങാവുന്ന തണുപ്പുള്ളൂ കേട്ടോ. ആ മൈൻഡ് ഒരു ഫീലാണ്. എന്നാലും നല്ല അടിപൊളി ക്ലൈമറ്റ്. പിന്നെ ഈ ഒരു മാസം ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു. ഒരുപാട് വർക്കിൻ്റേതായിട്ടും മറ്റ് കാര്യങ്ങളും വീട്ടിലെ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് വ്ളോഗൊന്നും ഇടാനുള്ളൊരു മൈൻഡേ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ വ്ളോഗൊക്കെ മറന്നുപോയ ദിവസങ്ങളായിരുന്നു. ഡെയിലി വ്ളോഗൊക്കെ നമ്മൾ റീകണ്ടിന്യൂ ചെയ്യുകയാണ്. വ്ളോഗൊക്കെ ഡെയിലി ഡേ ബൈ ഡേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ട്രാവലിംഗ് അല്ലാതെ തന്നെ നമ്മൾ ഡേ മൈ ലൈഫ് രീതിയിൽ തന്നെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ. ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ പറ്റുള്ളൂ. നിർത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്തായിരുന്നു എന്ന് ഞാൻ മിസ് ചെയ്തിട്ട്. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ഇൻസ്റ്റയിലൊക്കെ ചോദിച്ച് വ്ളോഗൊന്നുമില്ല. നാട്ടിലുള്ളവരാണെങ്കിലും നമ്മളൊരു ചെയ്തിട്ട് ഒരു കണ്ടിന്യൂ ചെയ്യുന്ന സാധനം പെട്ടെന്ന് നിന്ന് പോയാൽ ചിലവരെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടോ. ഒന്നും അല്ലാന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഒന്നല്ലാതെ വ്ളോഗർ ആവണമെന്നില്ല, ഞാൻ സത്യത്തിൽ വ്ളോഗറല്ല. ഒരു ചെറിയൊരു എൻ്റെ ഇഷ്ടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു മാത്രം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ഏത് സാധനം കണ്ടിന്യൂ ചെയ്യുന്നൊരു സാധനം പെട്ടെന്ന് നിർത്തിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും അത് ശ്രദ്ധിക്കും കേട്ടോ. എന്തുകൊണ്ട് നീ അത് ചെയ്തില്ലല്ലോ, ഇന്ന് നിന്നെ കണ്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ കുറേ പേര് ചോദിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കുറച്ച് പേരുള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി കുറച്ച് ദിവസങ്ങളാണ് കേട്ടോ. ഏതായാലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ചെയ്യും. അവരാണ് എന്നെ ഇവിടെ എത്തിച്ചത്, അവരാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നത് കേട്ടോ. അവർക്ക് വേണ്ടി ഞാൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. നീ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത് കേട്ടോ. അങ്ങനെയുള്ളവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടല്ല ഈ ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ പറയാം, അവർക്ക് വേണ്ടിയിട്ടല്ല. ഇതിൻ്റെ അഹങ്കാരമൊന്നുമല്ല. ഞാൻ ഈ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈ ഒരു കാണുന്ന 20,000 അല്ലെങ്കിൽ ഈ അതിന് മുകളിലെ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടായതുകൊണ്ടും എൻ്റെ ഒപ്പം നിന്ന കുറച്ച് പേരും എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടായതുകൊണ്ട് കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-30,000 ഫോളോവേഴ്സ് ഉണ്ട്. അത് ഞാനായിട്ട് എന്നെ അംഗീകരിക്കുന്ന കുറച്ച് പേരുള്ളവരുണ്ടാണ്. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് കുറച്ചൊന്ന് വിട്ട് നിന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. ചിലരെങ്കിലും ചോദിക്കാനും നീ എന്താണ് എനിക്ക് സുഖമല്ലേന്ന് ചോദിക്കാനും കുറച്ച് പേരുണ്ടാവുന്നത് സത്യമാണ്, സന്തോഷമാണ്. അത് ആ ഒരു കാര്യം
ഞാൻ വളരെയധികം ആസ്വദിച്ച ദിവസങ്ങളാണ് ഈ ഒരു മാസം കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ ഈ വ്ളോഗ് എടുത്തത്. അപ്പോൾ ഏതായാലും അവർക്ക് ഒരുപാട് നന്ദി പറയാണ്. എൻ്റെ ഒപ്പം നിൽക്കുന്ന കുറച്ച് പേര് അവർക്ക് വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് GCCയിലൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് സാലറി. നമുക്കൊക്കെ എന്താ പറയുക, നമ്മളെ നാട്ടിലേക്കുള്ള മൂല്യം, ഇന്ത്യൻ മണിയിലേക്കുള്ള മൂല്യം കുറച്ച് കൂടിയിട്ടുണ്ട്. അതിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേങ്കിൽ അതൊരു വിധത്തിൽ നമുക്ക് ദോഷമാണ്. കാരണം നമ്മൾ ഇന്ത്യൻ മണി തകരാണ്. കാരണം ഇന്ത്യയിൽ സാധനത്തിന് വില കൂടുകയാണ്. ഇവിടെ 1-2 രൂപ നമുക്ക് കൂടിയിരിക്കണമെങ്കിൽ കൂടുതൽ അയക്കുന്നവർക്ക് കാര്യം തന്നെയാണ്. ആ ഒരു സമയത്ത് നമുക്ക് സന്തോഷമാണെങ്കിലും നാട്ടിൽ കൂട്ടുമ്പോൾ സങ്കടം. കാരണം ഈ ഒരു പൈസ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ സാധനം അവിടെ നിന്നല്ലേ വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് നഷ്ടം കേട്ടോ. നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ മണി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. അവിടെ സാധനങ്ങൾ വില കൂടുകയാണ്. പക്ഷേ നമ്മൾ GCCയിൽ ഞാൻ പറയാം മൂല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ദോഷമാണ് സത്യത്തിൽ, സന്തോഷമല്ല കേട്ടോ. ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്ന നമുക്ക് ലാഭമല്ലേ, 2 രൂപ 3 രൂപ കൂടുതൽ കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണത്. പിന്നെ ഞാൻ മനസ്സിലാക്കി സത്യം അറിയാത്തൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. ഞാൻ അറിയാത്തൊരു കാര്യമായിരുന്നു കേട്ടത്. ഏതായാലും കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞ് നീട്ടുന്നില്ല. ജസ്റ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കുറച്ചിങ്ങനെ നടന്ന് ജസ്റ്റ് ഞാൻ ചാനൽ ഒരേ ഇലൊന്ന് അനക്കിയിട്ടു. അപ്പോൾ ഒന്ന് അനക്കാമെന്ന് വിചാരിച്ചൊരു ചെറിയൊരു വ്ളോഗ് എടുത്താണ്. നല്ല കാറ്റാട്ടോ, നല്ല വൈബാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ചായയും കടിയൊക്കെ കുടിച്ച് നേരെ ബീച്ചിലോട്ട് പോകും. അതാണ് ഇന്നത്തെ പ്രോഗ്രാം. ഒരുത്തനും കൂടി ലീവ് ഉണ്ട് റൂമിൽ. അപ്പോൾ അവനെ കൂട്ടി നേരെ ബീച്ചിൽ പോകണം. നമ്മളേതായാലും കണ്ടിന്യൂ ചെയ്ത് ഇനി വ്ളോഗ് എടുക്കാൻ നോക്കും. ഏതായാലും കുറച്ച് കഴിഞ്ഞാൽ നേരെ ബീച്ചിൽ പോകണം. ഇത് വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ ലെങ്ത്തുള്ള വീഡിയോസ് ഒന്നും ഇടുന്നില്ല. ചെറിയ വീഡിയോസ്, ഈ കാര്യങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വ്ളോഗ്സ് ആട്ടോ. അപ്പോൾ ഏതായാലും നന്ദി, ഒരുപാട് നന്ദി. ഒപ്പം നിന്നവർക്ക് വീണ്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വിലയേറിയ കമൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യുക, ഒപ്പം നിൽക്കുക. പുതിയതായിട്ട് കാണുന്നവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിൽക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരു എല്ലാവർക്കും ബൈ ബൈ.